ഹലോ ഗൈസ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ടൊമാറ്റോ റൈസിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള അരിഞ്ഞത്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പച്ചമുളക്, കശുവണ്ടി, കറാമ്പട്ട, വെളുത്തുള്ളി, നല്ല ജീരകം, മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തക്കാളി, ഇതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിലോട്ട് നമ്മൾ കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടിത്തെറിച്ച് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കശുവണ്ടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അതിലോട്ട് ഇടാൻ പോകുന്നത് കറാമ്പട്ടയാണ്. കറാമ്പട്ട ഇട്ടതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം ചൂട് ചേർന്ന് ഒന്നും കൂടി മിക്സ് ആക്കണം. ഇനി നമ്മൾ അതിലോട്ട് അടുത്തത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നല്ല ജീരകമാണ്. നല്ല ജീരകം, ചെറിയ ജീരകം, ചെറിയ ജീരകം നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി മിക്സ് ആകുമ്പോൾ നമുക്കിതിലോട്ട് എന്ത് ചെയ്യും, നമ്മുടെ സവാള ഉണ്ടല്ലോ, സവാള നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ആ 2 സവാള അരിഞ്ഞത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി വഴറ്റി വരണം. സവാള വഴറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ കളറ് മാറിയിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വരുന്ന വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. പച്ചമുളകും ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് സെറ്റായി ഗോൾഡൻ നിറം വരുന്നത് വരെ നമുക്ക് ഇളക്കണം. ഏകദേശം നമ്മുടെ കളർ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് പിന്നെ അടുത്തിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തക്കാളിയാണ്. തക്കാളി ഞാൻ 2 എണ്ണമാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. 2 തക്കാളി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 3 4 ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടി മിക്സാക്കി നമുക്ക് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് എന്തെങ്കിലും അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി ഞാനിവിടെ നോർമൽ മുളക് പൊടിയാണ് യൂസ് ആക്കുന്നത്. കാശ്മീരി പോലെയുള്ള ഉപയോഗിക്കുന്നവർക്ക് 1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനനുസരിച്ച് നമ്മൾ കൂട്ടി ഏകദേശം സെറ്റായി വരുന്നത്. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചോറും അതിലോട്ട് ഉപ്പിടുമ്പോൾ അതിലും കൂടി കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. പിന്നെ ഞാനിത് അപ്പുറത്തെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെയ്യാണ്. നെയ്യ് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് നെയ്യ് നമുക്ക് ഈ കൂട്ടിലോട്ട് ഇട്ട് മിക്സ് ആക്കാവുന്നതാണ്. വേറെ എക്സ്ട്രാ നെയ്യൊന്നും നമുക്ക് ചോറ് തിളപ്പിക്കുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഞാൻ ഇവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണല്ലോ കണക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ സെറ്റായി വന്ന് നമ്മൾ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മസാലയിലോട്ടൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിനി മുഴുവൻ ചോറും മസാലയുടെ മേലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പിന്നെ അടുത്തതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, ആ മല്ലിച്ചപ്പ് അതിൻ്റെ മേലെ നമ്മൾ ആഡ് ചെയ്ത് വെക്കണം. പിന്നെ അടുത്തത് ഇത് രണ്ടും കൂടി മിക്സ് ആക്കണം. ഈ മസാലയും ചോറും കൂടി സെറ്റായി ഇതാകുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. മിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, തവി എടുക്കുമ്പോൾ നല്ല തവി എടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ റൈസ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.